ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ പോലീസിന്റെ കാര്യക്ഷമതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പൂരാവേശത്തിൽ തൃശൂർ. ഘടകപൂരങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്. ദൃശ്യവിസ്മയങ്ങളുടെ കുടമാറ്റം വൈകിട്ട്. സംസ്ഥാനത്ത് 600 കോടി രൂപ ചെലവിൽ 3 സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 9 മെഡലുകളുമായി കർണാടക മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച പുടിൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ വിശദമായി സംസാരിച്ചു. വിഷയത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും പുടിൻ വാഗ്ദാനം ചെയ്തു. ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു. ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാദിമിർ പുടിൻ സ്വീകരിച്ചു. വർഷാവസാനം നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് പുടിനെ ക്ഷണിച്ചത്. രാജ്യത്തെ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി നാളെ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്തെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് പ്രാദേശിക പ്രതിരോധ സേനകളുടെ അഭ്യാസങ്ങളും മോക്ക് ഡ്രില്ലുകളും സംഘടിപ്പിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി യോഗം ചേരും. വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പ്രവർത്തനം, വ്യോമസേനയുമായുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനക്ഷമത എന്നിവ പരിശോധിക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ കോംബാറ്റ് ഫയറിംഗ് നടത്തി DRDOയും നാവികസേനയും. സമുദ്ര പ്രതിരോധത്തിന് കരുത്തു പകരുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൌണ്ട് മൈനാണ് പരീക്ഷിച്ചത്. ശത്രു രാജ്യങ്ങളിൽ നിന്നും മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയാൻ ഗ്രൌണ്ട് മൈൻ പ്രയോജനപ്പെടും. ഇന്ത്യയുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണം കൂടുതൽ കരുത്തു പകരും. തദ്ദേശീയമായി മൈൻ വികസിപ്പിച്ചെടുത്ത DRDOയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാനുള്ള ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ യോഗം തുടങ്ങി. വിഷയത്തിന്റെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് ചർച്ച വേണമെന്ന UN-ലെ 15ാമത് താൽക്കാലിക അംഗമായ പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമാണ് യോഗം. മെയ് മാസത്തിൽ ഗ്രീസാണ് സുരക്ഷാ സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്നത്. സമിതി ചേംബറിന് സമീപമുള്ള മുറിയിലാണ് യോഗം. CBIയുടെ പുതിയ ഡയറക്ടറെ നിയമിക്കാനുള്ള സമിതിയുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു യോഗം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ 2 വർഷം കാലാവധി ഈ മാസം 25-ന് അവസാനിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിയാണ് CBI ഡയറക്ടറെ ശുപാർശ ചെയ്യുന്നത്. ഇന്നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. താളമേള വർണ്ണവിസ്മയങ്ങൾക്ക് കാത്തിരുന്ന ജനലക്ഷങ്ങൾ ഇന്ന് ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തുകയാണ്. പൂരദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും കരിമരുന്നൊരുക്കുന്ന വർണ്ണാഭമായ വാനവിസ്മയങ്ങളും കാണാൻ തൃശൂരിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 7 മുതൽ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് ചെറുപൂരങ്ങളുടെ വരവാണ്. തുടർന്ന് മഠത്തിൽ വരവ് പഞ്ചവാദ്യം രാവിലെ 11:30 ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് ആരംഭിക്കും. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് ഉച്ചയ്ക്ക് 12 മണിയോടെ ചെമ്പടമേളം അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രധാന മേളമായ ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും. വൈകുന്നേരം 5:30 വർണ്ണക്കുടകൾ വാനിലുയരുന്ന കുടമാറ്റത്തിനായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ 15 വീതം ആനകളുമായി അണിനിരക്കും. വിസ്മയങ്ങൾ ഒന്നൊന്നായി കുടമാറ്റത്തിലൂടെ വിരിയും. പൂരദിവസമായ ഇന്ന് രാവിലെ മുതൽ നാളെ ഉച്ചയ്ക്ക് വിടചൊല്ലിപ്പൊരിയും വരെ ജനസഹസ്രങ്ങൾ പൂരാവേശത്തിലമരും.
സംസ്ഥാനത്ത് 600 കോടി രൂപ ചിലവിൽ 3 സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് സംഘടിപ്പിച്ച ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ വളർച്ചയുടെ പ്രധാന തെളിവാണ് വിഴിഞ്ഞം തുറമുഖമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2ാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ആലപ്പുഴ ജില്ലാതല യോഗം ഇന്ന് രാവിലെ 10:30 പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികൾ പങ്കെടുക്കും. വൈകിട്ട് 4 ആലപ്പുഴ കടപ്പുറത്ത് നടക്കുന്ന LDF റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതോടെ പോലീസിന്റെ കാര്യക്ഷമതയും ഉത്തരവാദിത്വവും വർദ്ധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയും മുഖ്യമന്ത്രി രേഖ ഗുപ്തയും യോഗത്തിൽ പങ്കെടുത്തു. 60 മുതൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി കർശനമായി പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. ഹീനമായ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷാനിരക്ക് കുറഞ്ഞത് 20% വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പ്രവാസി സമൂഹം രാജ്യത്തിനെന്നും അഭിമാനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇറ്റലിയിലെ മിലാനിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. മുൻകാലങ്ങളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സർക്കാരുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നിലവിൽ ജനങ്ങൾക്കായി ലഭ്യമാക്കുന്നത്. യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കും അർഹമായവ എത്തിക്കുന്നതിനാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ പ്രഥമ പരിഗണന നൽകിയതെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. What several governments could not achieve over several decades. I'm not for a minute suggesting that they didn't intend. The intentions could have been, yes, we need to do, yes, we have to deliver, yes, we have to give fundamental primary facilities for people. But in the last 10 years, what primarily will have to be delivered for every citizen without any differentiation, without any discrimination, has been delivered. ഇന്ത്യയിലെ UPI ഇടപാടുകളിൽ ഗണ്യമായ വർധനയാണുണ്ടായത്. ഈ വർഷം മാർച്ചിൽ 24 ലക്ഷം കോടി രൂപയുടെ 1800 ഇടപാടുകളാണ് നടന്നതെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ അറിയിച്ചു. 58ാമത് ADB വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്ര ധനമന്ത്രി ഇറ്റലിയിൽ എത്തിയത്. തെലങ്കാനയിലെ 6100 കോടി രൂപയുടെ വിവിധ ദേശീയപാത വികസന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തറക്കല്ലിട്ടു. വരും വർഷങ്ങളിൽ തെലങ്കാനയുടെ റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുമെന്നും ഹൈദരാബാദിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം ഉറപ്പു നൽകി. 10,000 കോടി രൂപയുടെ ഹൈദരാബാദ് വിജയവാഡ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ശ്രീ നിതിൻ ഗഡ്കരി അറിയിച്ചു. राज्य का ट्राइबल जिला मुलुगु हो या कोठागुड़म, चाहे जिला आदिलाबाद हो या गढ़वाल, राज्य के किसी कोने से हैदराबाद आना और जाना अब बहुत जल्दी आसान हो जाएगा. हमारी सरकार ने पूरी तेलंगाना में राष्ट्रीय राजमार्गों को काफी बढ़िया प्लानिंग करके जाल बिछाने की कोशिश की है. തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനുമിടയിൽ കൃഷ്ണ നദിക്ക് മുകളിലൂടെ ചില്ലുപാലം നിർമ്മിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്യ പുരോഗതിയിൽ തെലങ്കാന വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പരാമർശിച്ച ശ്രീ നിതിൻ ഗഡ്കരി അടുത്ത 3 വർഷത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്നും അറിയിച്ചു. ശാസ്ത്ര എഞ്ചിനീയറിംഗ് മോഡലുകൾ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന AI ആർക്കിടെക്ചറായ തദ്ദേശീയ ഇന്ത്യ AI ഓപ്പൺ സ്റ്റാക്ക് നിർമ്മിക്കുകയെന്നത് സുപ്രധാനമാണെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സമഗ്ര അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിലെ ഗയയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കർണാടക 9 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് തുടരുന്നു. 4 സ്വർണവും 5 വെള്ളിയും ഉൾപ്പെടെ നേടിയാണ് കർണാടകയുടെ ആധിപത്യം. 2 സ്വർണം ഉൾപ്പെടെ 6 മെഡലുകളുമായി ഡൽഹി 2ാം സ്ഥാനത്തും 2 സ്വർണം ഉൾപ്പെടെ 3 മെഡലുകളുമായി രാജസ്ഥാൻ 3ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ പോലീസിന്റെ കാര്യക്ഷമതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൂരാവേശത്തിൽ തൃശൂർ. ഘടകപൂരങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്. ദൃശ്യവിസ്മയങ്ങളുടെ കുടമാറ്റം വൈകിട്ട്. സംസ്ഥാനത്ത് 600 കോടി രൂപ ചെലവിൽ 3 സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 9 മെഡലുകളുമായി കർണാടക മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.